ഹലോ, അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ, ഞാൻ 2 തവണ അപ്ലോഡ് ചെയ്തിട്ട് എനിക്ക് കോപ്പിറൈറ്റ് കിട്ടി. ആദ്യത്തെ പ്രാവശ്യം ഞങ്ങൾക്ക് ഒരു എന്താ പറയുക, ഒരു ചെറിയ പാട്ടിൻ്റെ പോർഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കോപ്പിറൈറ്റ് വന്നതെന്ന് തോന്നുന്നു. പിന്നെ ഞാനത് ഡിലീറ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ ആ സംഭവങ്ങളൊക്കെ റിമൂവ് ചെയ്ത് മ്യൂട്ട് ചെയ്തിട്ട് ഞാൻ ഇട്ടു. എന്നിട്ടും അതിൽ പിന്നെയും എനിക്ക് കോപ്പിറൈറ്റ് കിട്ടി. അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ ഇട്ട വീഡിയോയിൽ ജസ്റ്റ് നമ്മൾ ടി വി കാണുമ്പം ഒരു സിനിമേൻ്റെ ഒരു ചിരി പോർഷൻ, അതുപോലെ തന്നെ ഞാനൊരു കൊറിയൻ സീരീസ് കാണുന്നുണ്ടായിരുന്നു, അതിൻ്റെയും ഒരു ചെറിയ പോർഷനും കൂടെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പം എനിക്കറിയാത്തതുകൊണ്ടാണ്, ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു സിനിമേൻ്റെ ഒരു പോർഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സീരീസിൻ്റെ പോർഷനോ ഞാനത് മ്യൂട്ട് ചെയ്തിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ കാണിക്കുന്നത് കൊണ്ട് കോപ്പിറൈറ്റ് നമ്മൾക്ക് വരുമോ ഇല്ലയോ എന്ന് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണേ. അത് എന്തുകൊണ്ടാണ് ആ വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് കിട്ടിയെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അപ്പോൾ നമ്മൾക്ക് ഇന്ന് ഏട്ടൻ്റെ ഒരു ഓഫ് ഡേ ആയിരുന്നു. അപ്പം ഇന്ന് നമ്മൾ അപ്പമൊക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, ഞാനിങ്ങനെ ചൂടുവെള്ളത്തിൽ നമ്മുടെ മാവ് ഇറക്കി വെച്ചിട്ട് സെറ്റായ സംഭവം, ആ ഒരു മാവ് കൊണ്ടുള്ള അപ്പമാണ് കേട്ടോ ഇത്. എന്തായാലും ഞാൻ കുറേ ആൾക്കാരെ അങ്ങനെ ചെയ്തൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ട്രൈ ചെയ്യേണ്ടായിരുന്നത്. എന്തായാലും സെറ്റായിട്ട് സംഭവം നന്നായിട്ട് പുളിച്ച് പൊന്തിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾക്ക് തലേ ദിവസത്തെ ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. ഇത് തലേ ദിവസം ചപ്പാത്തീൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. പക്ഷേ എൻ്റെ കിട്ടിയോൻ, സ്നേഹസമ്പന്നനായ കിട്ടിയോൻ വന്നിട്ട് അടപ്പ് തുറന്നു നോക്കിയിട്ട് പറയുക, ഈ ചിക്കൻ കറി കാണാൻ ഒരു ഗുമ്മില്ല എന്നും പറഞ്ഞുകൊണ്ട് കഴിച്ചില്ല. എന്നിട്ട് അന്ന് ഓർഡർ ചെയ്തു. എന്നിട്ട് പിറ്റേ ദിവസം ഇതുകൊണ്ട് രാവിലെ കഴിഞ്ഞപ്പോൾ പറയുക, അല്ലെങ്കിൽ ഈ ചിക്കൻ കറി കാണാൻ കൊള്ളാമെന്നും പറഞ്ഞുകൊണ്ട് അപ്പത്തിൻ്റെ കൂടെ മടമടാന്ന് ആ ചിക്കൻ കറി മൊത്തം തീർത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ കിട്ടുവാൻ ഒരു വൃത്തികെട്ട സ്വഭാവമാണ്. എന്തെങ്കിലും ഒരു ഭക്ഷണം ഇപ്പം ചില ഭക്ഷണങ്ങളില്ലേ, കാണാൻ ലുക്കില്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് അത് കഴിക്കാണ്ടിരിക്കും. അങ്ങേർക്ക് കണ്ണിന് കുളിർമ കിട്ടുന്ന ഭക്ഷണങ്ങൾ അടിപൊളിയായിട്ട് കാണാനും ഭംഗിയുണ്ടെങ്കിലാണ് പുള്ളി കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പണ്ട് ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്ത് ഫിലിപ്പിനോ ഒരു ഒരു ഇതുണ്ടായിരുന്നു, എലിസബത്ത് എന്ന് അവളുടെ പേര്. അപ്പോൾ അവൾ ഇങ്ങനെ അവളുടെ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി തരും. എനിക്കങ്ങനെയൊന്നുമില്ല, എനിക്കിങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കിഷ്ടം. പക്ഷേ എൻ്റെ കിട്ടിയവനങ്ങനെ കാണാൻ കുമ്പില്ലെങ്കിൽ കഴിക്കൂല. അവരുടെ ഭക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും മസാലകളൊന്നും ഇല്ലാത്തതുകൊണ്ട് മിക്കതും ഒരു വെളുത്ത് അല്ലെങ്കിൽ സോയാ സോസിൻ്റെ ആ ഒരു കളറൊക്കെ തന്നെ ഇരിക്കുമല്ലേ. നമ്മൾക്കല്ലേ നമ്മൾ മുളക് പൊടിയൊക്കെ വാരി വിതറിയിട്ട് ഇങ്ങനെ വർണ്ണശബളമായിട്ടല്ലേ നമ്മുടെ ഭക്ഷണങ്ങളൊക്കെ ഇരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പോർഷനും പിന്നെ കുറച്ച് പോർഷനൊക്കെ വന്നപ്പോഴാണ് എനിക്ക് കോപ്പിറൈറ്റ് അടിച്ചത്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ നമുക്കൊരു അസുഖമുണ്ട്. നമ്മളിങ്ങനെ കരോക്കെയൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ അങ്ങോട്ട് പാടി ഇങ്ങോട്ട് അർമാദിക്കും. അപ്പം നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ഭയങ്കര ഗായകരൊക്കെയാണെന്ന്, ശാസ്ത്രീയ സംഗീതമൊക്കെ പഠിച്ചിട്ടുള്ള ഭയങ്കര ഗായകരൊക്കെയാണെന്ന്. അങ്ങനെയൊന്നുമല്ല. പാട്ട് ഒരു വഴിക്ക്, ഞങ്ങൾ വേറൊരു വഴിക്ക്, അങ്ങനെ ഇരിക്കും പോകണ്ടാവുക. പക്ഷേ ചിലപ്പോൾ നട്ടപ്പാതിരിക്കും ഇരിക്കും. ഇന്ന സമയമൊന്നുമല്ല, നമുക്ക് എപ്പോൾ ബോറടിക്കണു, എപ്പോൾ പാടാൻ തോന്നണു അപ്പം നമ്മൾ കരോക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ പാടിക്കൊണ്ടിരിക്കും. കസിൻസിൻ്റെ കൂടെ ആണെങ്കിലും ചിലപ്പോഴൊക്കെ ഞങ്ങളിങ്ങനെ പാടാറുണ്ട്. അപ്പോൾ നമുക്ക് കുറേ സ്മ്യൂളിൽ ഇപ്പോൾ പൈസ കൊടുക്കണം തോന്നണം. പിന്നെ സ്റ്റാർ മേക്കർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിലേക്ക് നമ്മളിങ്ങനെ ഇരുന്ന് പാട്ട് പാടാറുണ്ട്. ഇതൊക്കെ നമ്മുടെ ഒരു സന്തോഷമാണ്. ഞങ്ങളുടെ ഭ്രാന്തമായിട്ടുള്ള സന്തോഷങ്ങളിൽ ഒന്നാണ് ഇത്. വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ കരോക്കെ ഇടുന്നു, പാട്ട് പാടുന്നു. എൻ്റെ ഏട്ടന് ജലദോഷം വരുമ്പോൾ വേറൊരു അസുഖമുണ്ട്. അപ്പം ഏട്ടന് ജലദോഷം വരുമ്പോൾ ഏട്ടൻ പറയാം, ഏട്ടൻ്റെ ഒച്ച മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും പോലെ ഇരിക്കണമെന്നാണ്. അപ്പോൾ പിന്നെ ഭയങ്കര മോണോക്റ്റൊക്കെ ഇരിക്കും. അവരുടെ ഡയലോഗ്സൊക്കെ പറയുക, അവരെ പോലെ സംസാരിക്കുക, ഓരോരോ ഭ്രാന്ത്. അപ്പോൾ അങ്ങനെ നമ്മളുടെ കലാപരിപാടികൾ നടക്കുകയാണ്. പിന്നെ ഈ പാട്ടും പാടണമൊക്കെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. കുറേ ആൾക്കാരില്ലേ ഈ പാട്ട് പാടിയും ഡാൻസ് കളിച്ചും അവർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വീഡിയോസ് ഇടാറില്ലേ. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം, റീസെൻ്റായിട്ട് ഞാൻ ഒരു പയ്യൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ആൾക്ക് എന്തൊക്കെയോ ഡിസേബിലിറ്റീസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അയാളുടെ വീഡിയോസിൻ്റെ താഴെ വന്നിട്ട് ഓരോരുത്തർ കമൻറ്റ് ചെയ്യണ കാണണം, സോറി കേട്ടോ, നിനക്കൊന്നും വേറെ പണിയില്ലേ, നിൻ്റെ മോന്ത കണ്ടേച്ചാലും മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ശരിക്കും സങ്കടം തോന്നും. കാരണം അത് ആൾക്ക് എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആൾക്ക് ഒരു സന്തോഷമായിരിക്കും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആക്ട് ചെയ്തിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടോ വീഡിയോസ് ഇടുക. അപ്പോൾ അവരവരുടെ സന്തോഷമല്ലേ, അവരത് ചെയ്യുന്നത് കൊണ്ട് ഇയാൾക്ക് എന്താ. ഇപ്പം കാണാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് കളയാം.
പ്രത്യേകിച്ച് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ആകുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഓൾറെഡി തന്നെ ചുറ്റുപാടിൽ നിന്നും ചിലപ്പോൾ ഒരുപാട് ഇങ്ങനത്തെ കുത്തുവാക്കുകളും അതും ഇതൊക്കെ കേൾക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് സന്തോഷത്തിന് വേണ്ടിയിട്ടായിരിക്കും അവരിതുപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നത്. അപ്പോൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഇമാതിരി ഓരോരോ വൃത്തികെട്ട കമൻസൊക്കെ ഇടണതിന് ഈ കമൻസ് ഇടുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇതിനേക്കാൾ ഏറെ കുറവുകളുണ്ടാവും. അത് ചിലവന്മാരാണെങ്കിലോ സ്വന്തമായിട്ടുള്ള ഐഡൻറ്റിറ്റിയിൽ നിന്നും കമൻസ് ഇടാൻ പോലും ധൈര്യം ഇല്ലാതെ കീച്ചേരി അച്ചുവോ അങ്ങനെ ഓരോരോ സിനിമാ താരങ്ങൾക്കുടെ ഫോട്ടോവും ഫേക്ക് ഐഡീസും ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും അവർ ഇങ്ങനത്തെ ഓരോരോ കമൻസൊക്കെ ഇടുന്നത്. അപ്പോൾ കമൻസൊക്കെ ആവാം, പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ ഇങ്ങനെ ഇടുമ്പോൾ നമുക്ക് പോസിറ്റീവ് കമൻസും കിട്ടും, നെഗറ്റീവ് കമൻസും കിട്ടും. അതൊക്കെ സ്വാഭാവികമാണ് എന്ന് കരുതിയിട്ട് ഒരു നെഗറ്റീവ് കമൻസ് ഇടുന്നതിനും ഒരു പരിധിയൊക്കെ ഉണ്ട്. ഈ ചുമ്മാ വീടിൻ്റെ ഉള്ളിൽ കുത്തിയിരുന്നും കൊണ്ട് ഇതുപോലെ പല പല ഫേക്ക് ഐഡീസിൽ നിന്നും കമൻസ് ഇടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ ആ പയ്യനൊക്കെ അയാൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും അയാളുടെ ഒരു കംഫർട്ട് സോൺ ഉണ്ട്, അത് പൊളിച്ചിട്ടാണ് അയാൾ ഇതുപോലത്തെ അയാൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണേ. അപ്പോൾ അതിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതേ നമ്മൾ നമ്മളുടെ പാട്ട് കച്ചേരിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കടയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതുകൊണ്ട് ആ പിങ്ക് കളർ സാധനമില്ലേ, അത് നമ്മുടെ കുടിക്കുകയാണ് കേട്ടോ. നമ്മളൊരു 1-2 വർഷമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സംഭവമാണത്. ഒരു കുടുക്ക വാങ്ങിച്ചിട്ട് നമ്മൾ ആഴ്ചയിലൊരിക്കൽ, സാധാരണ എപ്പോഴും നമ്മുടെ ഓഫിൻ്റെ അന്നായിരിക്കും, നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു എമൗണ്ട് നമ്മളിങ്ങനെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എല്ലാ ആഴ്ചയും ആ ഒരു രൂപ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് ഇടും. അങ്ങനെ നമ്മൾ ഒരു തവണ നമ്മൾ ഒരു മാലയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും നമുക്ക് നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഒരു പ്രോസസ്സാണ് കേട്ടോ അത്. കുറേ ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മൾ ഒരുപാട് രൂപയൊന്നും ആയിരിക്കണം എന്നൊന്നുമില്ല. ചെറിയ തുകയാണെങ്കിൽ നമുക്ക് ഡെയിലി ഇടാം, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ ഒരു ഇത്ര തുക ഇടാൻ പറ്റും എന്നാണെങ്കിൽ അങ്ങനെയും നമുക്ക് ഇടാം. അപ്പോൾ ചിലപ്പം കുറേ ആൾക്കാർ കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ഒരു കുടുക്ക മേടിച്ചിട്ട് അതിനൊരു സംഭവം ഇടാം, ഇന്ന സ്ഥലത്ത് പോവാൻ, അല്ലെങ്കിൽ ഇന്ന സാധനം വാങ്ങിക്കാൻ, ചിലപ്പം ഫോൺ, ലാപ്ടോപ്പ്, ഗോൾഡ്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ടൂർ പോവാൻ, അങ്ങനെയൊക്കെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു കുടുക്ക വെച്ചിട്ട് ഡെയിലി ബേസിസിലോ വീക്കിലി ബേസിസിലോ നമ്മൾ അതിൽ പൈസ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ അത് ഒരു സേവിങ് ആണ് കേട്ടോ നമുക്ക്. അത് ചില സമയത്തൊക്കെ നമ്മൾ എന്തെങ്കിലും പെട്ടെന്ന് നമുക്കൊരു എമർജൻസി വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല, ഇങ്ങനെ കുടുക്കയിലൊക്കെ ഇടുന്ന പൈസ ആയിരിക്കും നമ്മൾക്ക് ഉപകാരപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സേവിങ്സ് തുടങ്ങുന്നത് നല്ലൊരു ശീലമായിരിക്കും. നമ്മൾ ഒരുപാട് നാളൊന്നും ആയിട്ടില്ല, നമ്മൾ കുറച്ച് നാളായിട്ട് തുടങ്ങിയ ഒരു സംഭവമാണ്. പക്ഷെ എന്തായാലും കൊള്ളാം. പിന്നെ ഞാൻ ചെയ്യുന്ന വേറൊരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ വരവ് ചെലവ് കണക്കുകൾ എഴുതി വെക്കുന്നത്. പക്ഷേ അത് എഴുതി വെച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ ചിലപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഒരു ദിർഹംസ് എവിടെയെങ്കിലും മിസ്സായി കഴിഞ്ഞാൽ പിന്നെ അത് കണ്ടുപിടിക്കുന്നവരെ നമുക്കൊരു വെപ്രാളമായിരിക്കും. അപ്പോൾ ഏട്ടൻ എൻ്റെ അടുത്ത് പറയും, നീ ഇപ്പം ഏതോ ഒരു സിനിമയിൽ ബാലചന്ദ്രമേനോനെ പോലെ ആയിട്ടുണ്ടെന്ന്. പുള്ളിക്കാരൻ്റെ ഒരു സിനിമയുണ്ട്, നമ്മുടെ തിലകനും അതുപോലെ തന്നെ ശ്രീനിവാസനൊക്കെ ഉള്ളൊരു സിനിമയുണ്ട്. ആളിങ്ങനെയാണ്, അയാളൊരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. ആ സിനിമേൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. ആളിങ്ങനെ എല്ലാം ഇങ്ങനെ എഴുതി വയ്ക്കുക, എന്നിട്ട് നട്ടപ്പാതിരയ്ക്കൊക്കെ എഴുന്നേറ്റിട്ടൊക്കെ ആയിരിക്കും അയാൾ 5 രൂപ ഇവിടെയാണ് ചിലവായി നിൽക്കുക. ആ ഒരു അവസ്ഥ തന്നെയാണ്. പക്ഷേ ഇങ്ങനെ നമ്മൾ വരവ് ചിലവ് കണക്കുകൾ നമ്മൾ എഴുതി വെക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ആവശ്യത്തിന് എത്ര രൂപ ചിലവാക്കി, അനാവശ്യത്തിന് എത്ര രൂപ ചിലവാക്കി, അങ്ങനെയൊക്കെ നമുക്ക് കറക്റ്റ് നമ്മൾക്ക് അറിയാൻ പറ്റും. പിന്നെ ചില സമയത്തൊക്കെ നമ്മുടെ കണ്ണൊക്കെ തള്ളിപ്പോകുമ്പോൾ എൻ്റെ പടച്ചോനെ ഇത്ര രൂപയാണോ നമ്മൾ ഭക്ഷണത്തിനൊക്കെ ചിലവാക്കിയെന്നൊക്കെ ഓർത്തിട്ട് ഞാനിങ്ങനെ എഴുതി വെച്ചിട്ട് ആഴ്ചയിൽ ഇങ്ങനെ ഈ ആഴ്ച എത്ര രൂപ ചിലവായി നോക്കുമ്പോൾ മിക്കപ്പോഴും ഭക്ഷണത്തിനാണ് കൂടുതൽ വരിക. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറച്ച് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ പണ്ടൊക്കെ ആയിരുന്നപ്പോൾ മിക്കപ്പോഴും കൂടുതൽ നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പം അത് കുറച്ച് വരുന്നുണ്ട്. പിന്നെ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് 2 മണിക്കൂർ ട്രാവൽ ഉണ്ടായിരുന്നു. വൺ സൈഡ് എനിക്ക് 2 മണിക്കൂർ ട്രാവൽ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇങ്ങനെ ചത്തുകുത്തിയാണ് ഞാൻ വീട്ടിലൊക്കെ എത്തേണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എനിക്ക് ഫുഡ് ഉണ്ടാക്കാനായിട്ടുള്ളൊരു സ്റ്റാമിന ഉണ്ടാവില്ല. അപ്പോൾ പറയും എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഓഫീസിൽ പട്ടിപ്പണി എടുത്തിട്ട് വീട്ടിൽ വന്നിട്ട് പിന്നെയും പട്ടിപ്പണി ഉണ്ട്. അത് ഇല്ലയെന്നൊന്നും ഞാൻ പറയണില്ല, ഓരോരുത്തർക്ക് ഇതായിരിക്കുമല്ലോ. അപ്പം അന്നൊക്കെ ഞാൻ കൂടുതലൊക്കെ ഓർഡർ ചെയ്യുമായിരുന്നു. ഇപ്പം പിന്നെ കൺട്രോൾ ചെയ്ത് കുറച്ച് കൊണ്ട് വരുന്നുണ്ട്. നമ്മളിങ്ങനെ ചിലവുകൾ എടുത്ത് നോക്കുമ്പോൾ കൂടുതൽ നമുക്ക് ചിലവായിട്ടുള്ളത് ഭക്ഷണത്തിനാണ്. എൻ്റെ ഒരു നിഗമനത്തിൽ നമ്മളിപ്പോൾ ആരോടെങ്കിലും ചോദിക്കുകയാണ് നിങ്ങൾക്ക് കൂടുതൽ എക്സ്പെൻസ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്ക ആൾക്കാർക്കും ഫുഡിൽ നിന്നായിരിക്കും പറയേണ്ടാവുക. അത് ഞങ്ങൾക്ക് പുറത്തുനിന്ന് ഓർഡർ ചെയ്യുന്ന ഫുഡാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ അത് നമുക്ക് പൈസയും പോയിക്കൊണ്ടിരിക്കുവാണ്, നമ്മുടെ ആരോഗ്യവും പോയിക്കൊണ്ടിരിക്കുവാണ് എന്നുള്ള ഒരു
തിരിച്ചറിവിൽ നമ്മളിപ്പം കുറച്ച് കുറച്ച് കൊണ്ട് വന്നിട്ടുണ്ട്. എന്നാലും ഓർഡറൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പം തന്നെ ഇന്ന് നമ്മൾ ഫുൾ പുറത്തുനിന്നായിരുന്നു. രാവിലത്തെ ഭക്ഷണം മാത്രമാണ് ഉണ്ടാക്കിയുള്ളൂ. പക്ഷേ ഇന്ന് ഓഫ് ഡേ ആയതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇതിന് മുന്നത്തെ ഒരാഴ്ച നമ്മളങ്ങനെ പുറത്തുനിന്നൊന്നും ഓർഡറൊന്നും ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം മേലെപ്പറമ്പിൽ ആൺവീട് ആ ഒരു സിനിമ കേട്ടോ ഞാൻ കണ്ടുകൊണ്ടിരിക്കണേ. ഞാൻ ആ സിനിമ എത്ര വട്ടം കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ആ സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതിൽ കുറേ കോമഡീസും എൻ്റെ ഗർഭം ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കോമഡീസും കാര്യങ്ങളൊക്കെ ഇല്ലേ. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കുളിച്ച് കുട്ടപ്പേറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് എപ്പോഴും ചിക്കനല്ലേ ഓർഡർ ആക്കണേ. അപ്പോൾ ഇന്ന് വെറൈറ്റി ആയിട്ട് ഫിഷിൻ്റെ എന്തെങ്കിലും ഐറ്റം ഓർഡർ ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ മീൻ പൊള്ളിച്ചതാണ് കേട്ടോ. കൂടെ ഞാനൊരു നാരങ്ങ വെള്ളം കൂടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്ത് ഓർഡർ ചെയ്താലും ആ ഒരു സാലഡ് ഉണ്ടല്ലോ, കുറച്ച് ക്യാരറ്റ്, കുക്കുംബർ, ലെച്ചൂസ്, ഒരു പകുതി നാരങ്ങ, ഈ ഒരു സാധനം നമ്മൾ എന്ത് ഓർഡർ ചെയ്താലും അതിൻ്റെ കൂടെ നമുക്കിവിടെ കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. പിന്നെ നമ്മൾ അപ്പമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. മീൻ ശേരി എന്ന് പറഞ്ഞിട്ടൊരു മീനുണ്ട്, ആ മീൻ പൊള്ളിച്ചത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പണ്ട് താമസിച്ചിരുന്ന സ്ഥലത്തെന്ന് വെച്ചാൽ നമുക്ക് ഒരു മീൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല വലിപ്പം ഉണ്ടാവും. അപ്പം നമുക്ക് 2 പേർക്കും വയറ് നിറയെ കഴിക്കാനുള്ളത് ആ ഒരു മീൻ ഉണ്ടാവുമായിരുന്നു. അപ്പം ഇവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മീഡിയം സൈസ് ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 2 പറഞ്ഞു. പക്ഷെ മീഡിയം സൈസ് എന്ന് പറഞ്ഞാലും ഒരാൾക്ക് കഴിക്കാൻ പറ്റണതേ ഉള്ളൂ. ഇപ്പം വേറെ നമുക്ക് വേറെ എന്തെങ്കിലും നമ്മൾ ഓർഡർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് നമ്മുടെ വയറ് നിറയില്ല. പക്ഷേ സംഭവം നല്ല കിടുവായിരുന്നു കേട്ടോ. നല്ല ചൂടോടുകൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവരുടെ സാധനമൊക്കെ നല്ല ടേസ്റ്റാണ്. പക്ഷെ ഇവർക്ക് ഡെലിവറി ടൈം ഇവർക്ക് കുറേ നേരം എടുക്കുന്നുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ അവരുമായിട്ട് തല്ലുണ്ടാവാറുണ്ട്. പക്ഷേ എന്നാലും ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ ഓർഡർ ചെയ്യുക. വേറെ ഒന്നുമല്ല, ഇവിടെ നമുക്ക് പറ്റുന്ന വേറെ റെസ്റ്റോറൻറ്റ്സ് ഒന്നും ഇല്ല. ഇവരുടെ അടുത്ത് നിന്നാണ് നമ്മുടെ കേരള സ്റ്റൈൽ വരുന്ന ഐറ്റംസൊക്കെ ഇവരുടെ അടുത്താണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കാണിച്ചു തരാനാണ്. നല്ല തിക്ക് ഗ്രേവി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് സംഭവം വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മുള്ളൊക്കെ ആണെങ്കിലും ചെറിയ മുള്ളൊന്നും ആയിരുന്നില്ല. നമുക്ക് വേഗം വേഗം നോക്കിയെടുത്തിട്ട് കളഞ്ഞ് കഴിക്കാൻ പറ്റുന്ന മുള്ളൊക്കെയായിരുന്നു കേട്ടോ. നല്ല മസാല കിട്ടി, നല്ലോണം മസാല ഉണ്ടായിരുന്നു. അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ല മസാലയും ഉണ്ടായിരുന്നു. നല്ല സവാളയൊക്കെ ഇട്ടിട്ട് തക്കാളിയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ മുരിഞ്ഞ് നല്ല രസമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പൊള്ളിച്ചതാണ്. അപ്പോൾ ആസ്വദിച്ചൊക്കെ ഭക്ഷണം കഴിക്കുക. അവിടെ വിടാമുയർച്ചി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അജിത്തിൻ്റെ സിനിമയില്ലേ, എനിക്ക് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല കേട്ടോ. ആ സിനിമയൊക്കെ കണ്ടുകൊണ്ടാണ്, വേറെ ഒരു സിനിമയും കാണാത്തതുകൊണ്ട്. ഇപ്പം നല്ല സിനിമയൊന്നും വേറെ നെറ്റ്ഫ്ലിക്സിൽ ഇതിലൊന്നും വരണില്ല എന്ന് തോന്നുന്നു. പിന്നെ മിക്കതും നമ്മൾ തിയേറ്ററിൽ പോയി കാണാറുണ്ട്, ഏട്ടന് സിനിമാ പ്രാന്തനായതുകൊണ്ട്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പം അത്ര